നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ മൂർത്തി മുത്തശ്ശനോട് ഒരു നവിയോട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, മോളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇനിയെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവനുമായിട്ടുള്ള വിവാഹം മോളുടെ നടന്ന് അവിടെ മോൾക്ക് ഇത്തിരി തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ അവനെ വളർത്തി വലുതാക്കിയതിൽ ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഞങ്ങൾ നോക്കേണ്ട കാര്യമായിരുന്നു. ദേവേന് പറഞ്ഞു, അതിന് നമ്മൾ പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കില്ലായിരുന്നല്ലോ. അവൻ അവന്റെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം കിട്ടിയിരിക്കുന്നേ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ മോളെ. അവൻ എന്താണെങ്കിലും നാഗേന്ദ്രനെ കാണാൻ പോവും. അയാളുമായിട്ട് ചേർന്ന് പുതിയ പ്ലാനുകളൊക്കെ ചെയ്ത് നമ്മുടെ ജ്വല്ലറി, നമ്മുടെ കുടുംബത്തെ താർക്കാനായിട്ട് ശ്രമിക്കും. മോള് വേണം അതൊക്കെ താർക്കാനായിട്ട്. അവന്റെ ആ ഒരിത് താർക്കാനായിട്ട് മോള് വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. ഞാൻ കുറെ നാളായി മുത്തശ്ശ ഇതിന്റെ പിന്നാലെ തന്നെ നടക്കുന്നേ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ആ പ്ലാനുകളും പദ്ധതികളും എല്ലാം തകർക്കാനായിട്ട്. അതും പറഞ്ഞുകൊണ്ട് നവ്യ മോനെയും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് നവ്യ മുറിയിലേക്ക് വരുമ്പോഴത്തേനും നവ്യെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല നീ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നോളൂ. ഇതെന്താടാ നിന്റെ മുഖത്തൊരു പാട്? അതൊന്നും പറയാതിരിക്കുക ഭേദം. എന്റെ അമ്മയുടെ ഒരു വട്ട്, അല്ലാതെ എന്ത് പറയാന്? എന്താടാ ഒന്നും അറിയത്തില്ലാത്ത മട്ടിലാണ് ചോദ്യം. അത് ഞാനേ ഇന്ന് പുറത്തു പോയ സമയത്ത് എന്റെ അച്ഛനെ കണ്ടു. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അമ്മ എന്നെ തല്ലിയതാന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? എടാ, അവർക്ക് എന്തൊക്കെയോ മനസ്സിൽ മറച്ചു വെച്ചിട്ടുണ്ട് അവര്. എന്ത്? എടാ, നിന്റെ അച്ഛനെ കാണാൻ പോകുന്നവരെ അവരെന്തിനാ എതിർക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാലോ അബി, എന്താണെങ്കിലും നമുക്കൊരു കഷ്ടകാലം വന്നപ്പോ ഏൻ ജ്വല്ലറിക്കാരെ സഹായിച്ചേ. അതുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനോടൊപ്പം നിൽക്കുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും ശരി. നവ്യെ, അതങ്ങനെ തന്നെ വേണം. ഞാനും അങ്ങനെ തന്നെ നിൽക്കത്തോളെന്ന് പറഞ്ഞു. എടാ, നിന്റെ അമ്മ എവിടെ തെറ്റുകാരിയും തോന്നേ, എന്നിട്ട് നിന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നാന്ന് തോന്നേ. എടി നവ്യെ, ഇടയ്ക്ക് കണ്ടില്ലേ അജയനമ്മാവനാണെങ്കിലും ജാനകിയമ്മായി ആണെങ്കിലും ഇടയ്ക്ക് എന്നാ ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട്. കാരണം ഞാൻ ആ നാഗേന്ദ്രനെ കാണാൻ പോയെന്നും പറഞ്ഞുകൊണ്ട്. എന്റെ അച്ഛനെ കാണാനായിട്ട് ഞാൻ പോകുന്നതില് അവർക്ക് ഇത്ര ടെൻഷന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മയ്ക്കും. പിന്നെ ഞാനൊന്നും ചകഞ്ഞ് നോക്കാനായിട്ട് പോകുന്നൊന്നുമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. നിനക്കറിയാലോ ഈ ഏഞ്ചുലറുടെ എന്ന് പറഞ്ഞ എന്താന്ന്? എടാ, അത് നിന്റെ പേരാണോ? അതെ, ഹബി അവന്തിക. എന്നെന്താന്ന് നിനക്കറിയാവോ? അത് നാഗേന്ദ്രനായിരിക്കും. അല്ല, നവ്യെന്നാന്ന്. അത് കേട്ടപ്പോ നവ്യ ഇങ്ങനെ അബിയൊന്ന് നോക്കി. ഓ, അപ്പൊ അബിയോർത്തു, ഇവളങ്ങോട്ട് വിശ്വസിച്ചു. ഇവളെ കയ്യിലെടുക്കാനായിട്ട് ഇതാ മാർഗം. അപ്പോഴേക്കും നവ്യ മനസ്സിൽ പറഞ്ഞു, എടാ, നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. നീ എന്തൊക്കെ തലയും കുത്തി മറിഞ്ഞാലും ഇനി ആ പഴയ നവ്യെ നിനക്ക് കിട്ടത്തില്ലടാ. നീ വിചാരിച്ചോണ്ടിരിക്കുന്ന ഇപ്പൊ ഞാൻ വിശ്വസിച്ചെന്ന. അപ്പോഴേക്കും നവ്യ ഒന്നും അറിയത്തില്ലാത്ത മടിച്ചു ചോദിച്ചു, എടാ, ഈ എന്ന് പറയുന്നേ അവന്തികയാണോ അതോ അഭിയാണോ എന്ന് ചോദിച്ചു. ഏയ്, അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ? അല്ല, ഈ അവന്തിക നിന്റെ അച്ഛനെ കാണാൻ പോറുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, പോവാറൊന്നുമില്ല. അല്ല, ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു അവൾ, അതുകൊണ്ടാ. നീ പറഞ്ഞില്ലേ അവള് മൊത്തം അഭിനയിക്കുന്നന്ന് ഇവിടെ നിന്ന്. എടി, അതിപ്പം അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ല, അവൾ അയർലൻഡിൽ നിന്ന് വന്നപ്പോ അനിയെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞല്ല വന്നേ. ആദ്യം നവീന്റെ കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. എടി, അതെ, നവീനെയോ അനിയോ ആരെങ്കിലും അവള് വിവാഹം കഴിക്കട്ടെ. എനിക്ക് ആ കാര്യത്തിൽ കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടന്നു കിട്ടിയാൽ മതി. അപ്പൊ നീ പറയുന്നേ അവള് കാണാൻ പോകുന്നില്ലെന്നാണോ? ഇല്ലാന്നേ, അവള് കാണാനൊന്നും പോകുന്നില്ല. അത് പറയുമ്പോ അവന്റെ മുഖത്തൊരു കള്ളത്തരം അത് നവ്യക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നവ്യ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം. എന്താണെങ്കിലും നിന്റെ അച്ഛൻ നിന്റെ ശത്രുവൊന്നുമല്ല. നിന്റെ അമ്മ എന്തിനെയൊക്കെയോ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാ. ഇനി അതൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. ഞാൻ എന്താണെങ്കിലും എന്റെ അച്ഛനോടൊപ്പം തന്നെ നിൽക്കുന്നേ. അതുകൊണ്ട് കാര്യമുള്ളെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, അതങ്ങനെ തന്നെ വേണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. നവ്യക്ക് അറിയാലോ അബിയുടെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ. പിന്നീട് നവ്യ നേരെ ജലജയുടെ അടുത്തേക്ക് വന്നു. ജലജയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തിനാ അബിയെ തല്ലിയെന്ന് ചോദിച്ചു. അബി അവന്റെ അച്ഛനെ കാണാൻ പോയനെ അമ്മയ്ക്ക് അവനെ തല്ലേണ്ട കാര്യമുണ്ടോ? എന്താടി തല്ലിയാല്? ഞാൻ എന്റെ മോനെ തല്ലിയാൽ എന്താ? നിന്നോട് ഞാൻ പറഞ്ഞതാ ഏഞ്ചുലറുടെ മോഡലായിട്ട് പോവരുതെന്ന്. ഞാൻ പറഞ്ഞു, നീ അനുസരിച്ചില്ലല്ലോ. അതിനെന്താ? എനിക്ക് എന്താണെങ്കിലും വരുമാനം വേണം. അതുകൊണ്ടാണ് ഞാൻ മോഡലായിട്ട് പോയത്. അല്ല, അമ്മയ്ക്ക് എന്താ അവനെ തല്ലാൻ അവകാശം? എന്താടി എനിക്കൊരു അവകാശമില്ലേ? നീ എന്താടി ഇപ്പൊ എന്നെ തല്ലൂന്ന് തോന്നല്ലോ. അമ്മയുടെ കാര്യമായിട്ടാ ചോദിച്ചേ. എന്താണെങ്കിലും അബി അവന്റെ അച്ഛനെ കാണാൻ പോകുന്നില്ല. അമ്മയ്ക്ക് തടയേണ്ട കാര്യമൊന്നുമില്ല. എടി, ഞാൻ അവന്റെ അമ്മയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോ തടഞ്ഞു നിൽക്കും. നിനക്കെന്താ എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു.
എങ്കിൽ തല്ലടി എന്നും പറഞ്ഞുകൊണ്ട് കൈ ഓങ്ങിക്കൊണ്ട് നവ്യയുടെ നേർക്ക് ചെന്നു. പെട്ടെന്ന് നവ്യ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ദേ അവസാനം മരുമോൾ അമ്മായിമയെ തല്ലിയെന്നുള്ള പരാതി നിങ്ങൾ കേൾപ്പിക്കരുത്. എന്റെ അടുത്ത് ഈ ഭാഗം അഭ്യാസവും നടക്കില്ല. അതും പറഞ്ഞിട്ട് ആ കൈ പിടിച്ചങ്ങ് താഴ്ത്തിയിട്ടു. ഒരു നിമിഷം ജലജ ഞെട്ടിപ്പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അബിയുടെ ഭാര്യ ഞാന്. അവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിപ്പോ അമ്മയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതൊരു മാറ്റമില്ല. പിന്നെ അബിക്ക് ഇഷ്ടമാണെങ്കിൽ അബിയുടെ അച്ഛനെ പോയി കാണും. പിന്നെ ഞാൻ ജ്വല്ലറി ജോലി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല. ഞാനും പോവുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു. നീ എന്ത് വെള്ളം കാണിച്ചോടി, പക്ഷെ എന്റെ മോന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ഞാനാന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ പണ്ട്. അമ്മ എന്തിനാ പേടിക്കുന്നേ? അമ്മയ്ക്ക് പേടിയാന്ന് തോന്നല്ലോ. അമ്മ അബിയുടെ അച്ഛനെ പേടിക്കുന്നുണ്ട്, അതല്ല കാര്യം. എടി മിണ്ടി പോയേക്കരുത്. പറഞ്ഞത് കേട്ടല്ലോ. ഇനി അബി എങ്ങനെ തല്ലാൻ വന്നാലുണ്ടല്ലോ. അതും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നവ്യ അങ്ങോട്ട് കയറിപ്പോയി. ജലജയ്ക്കാണ് ആകപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഇതേ സമയത്ത് കനികയും ഗോവിന്ദനും നയനെ നന്ദുവൊക്കെ സംസാരിക്കുമായിരുന്നു. ഗോവിന്ദൻ പറഞ്ഞു, എന്നാലും നവ്യക്ക് ഇതിന് മാത്രം പ്രായമായിട്ടില്ല. 10-25 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ അവളുടെ താലി ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നയന പറഞ്ഞു, അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യേച്ചിയുടെ ജീവിതം ഇങ്ങനെ തല്ലിക്കെടുത്തേണ്ട കാര്യമുണ്ടോ? കനക പറഞ്ഞു, അവളെ വേറൊരു നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിക്കാം. നന്ദു പറഞ്ഞു, അതിന് ചേച്ചി സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഒരു കല്യാണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പിന്നെ 2 കല്യാണം. നയന പറഞ്ഞു, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്ന കാര്യങ്ങളല്ലേ. എന്താണെങ്കിലും ആ അബിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. അതിനുശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. അപ്പോഴേക്കും ആദർശിന്റെ കാർ അങ്ങോട്ട് വന്നു. ആദർശ് നയനെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നാണ്. ആദർശ് കയറി വന്നിട്ട് നയനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു 12 ദിവസം? ഞങ്ങൾ എല്ലാരും കൂടി ചെറുതായ രീതിയിലൊന്ന് അടിച്ചു പൊളിച്ചെന്ന് നന്ദു പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, ഇനിയിപ്പം നന്ദൂട്ടന്റെ കല്യാണത്തിന് എല്ലാരും കൂടെ അധികം വൈകാതെ നന്ദൂട്ടന്റെ കല്യാണം ഉണ്ടല്ലോ. അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, അല്ലമ്മേ ഞാനൊരു കാര്യം പറയട്ടെ. നന്ദുവിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ അത് തന്നെ നടക്കട്ടെ. ഇത്ര ധൃതി പിടിച്ച് കല്യാണം നടത്തേണ്ട കാര്യമുണ്ടോ? അവളുടെ ഇഷ്ടങ്ങൾക്കല്ലേ പ്രാധാന്യം കൊടുക്കണ്ടേ? എന്റെ മോനെ, നവീന്റെ ആലോചന എന്ന് പറഞ്ഞ നല്ല ഒന്നാം തന്നെ ആലോചനയാ. എത്രയും പെട്ടെന്ന് തന്നെ അത് നടക്കണമെന്നാ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആകെപ്പാടെ വിഷമമായിപ്പോയി. അപ്പോഴേക്കും നായന പറഞ്ഞു, എങ്കിൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ, ആദർശേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര പറഞ്ഞ് അവരിറങ്ങുവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കനക നന്ദുവിനോട് ചോദിച്ചു, നീ എന്താ നന്ദൂട്ടാ ആദർശിന്റെ മുന്നില് ആകെപ്പാട് സങ്കടം അഭിനയിച്ച് നിൽക്കുന്നത്? അതിന്റെ ആവശ്യം എന്താ? അമ്മ, ഞാൻ സങ്കടം അഭിനയിച്ചൊന്നുമില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അധികം വൈകാതെ നബിമോനുമായിട്ട് നിന്റെ കല്യാണം നടക്കും. ഗോവിന്ദൻ പറഞ്ഞു, അതെ, ഒരിക്കലും വിചാരിച്ചില്ല ആ നരസിംഹ വക്കീലും അതുപോലെ തന്നെ പത്മ ഇവിടെ വന്ന് കല്യാണം ആലോചിക്കുമെന്ന്. അപ്പൊ പിന്നെ അവർക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടല്ലേ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം. അമ്മേ, ഇത്ര ധൃതി പിടിച്ച് വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ? എനിക്കിപ്പോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ ഇങ്ങനെയൊക്കെ പറയും. ആ നവീമോന്റെ ആലോചന നല്ല ആലോചനയാ. ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അത് മാറ്റം വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നന്ദുവിനാകപ്പാടെ വിഷമായി പോയി. പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. പിന്നീട് നയനയും കൂട്ടി തിരികെ പോരുന്ന സമയത്ത് ആദർശ് പറഞ്ഞു, അല്ല നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അത് നവ്യായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടാ പോന്നെ ഒരു ഗസ്റ്റ് അവിടേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോ നയന ചോദിച്ചു, ആർക്കെങ്കിലും അറിയാവോന്ന് ചോദിച്ചു. ബാക്കി ആർക്കും അറിയത്തില്ല, അമ്മയ്ക്കൊക്കെ അറിയാന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞിട്ടാ. അല്ല, നമ്മളിപ്പോ അനികയുടെ അടുത്തേക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അതെ, അവളെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോണം. നവ്യ പറഞ്ഞതുപോലെ കുറച്ചു ദിവസം അവിടെ താമസിക്കട്ടെ. അത് അബിക്കും അതുപോലെ തന്നെ അപ്പച്ചിക്കും ഒക്കെ ഏറ്റവും വലിയൊരു അടിയായിരിക്കും അനിക അവിടെ താമസിക്കുന്നത്. അത് ശരിയാ. അങ്ങനെ അവൻ ഉരുകി തീരട്ടെ. നവ്യേച്ചിക്ക് അത് കാണണമെന്നാ പറഞ്ഞേ. അനഘയെ കണ്ടു കഴിയുമ്പോഴത്തേനും അവന്റെ മനസ്സ് കടന്നുരുക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നവ്യേച്ചി പറഞ്ഞ പിന്നെ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ഈ സമയത്ത് അനഘയുടെ കെയർടേക്കർ സാധനങ്ങളൊക്കെ എടുത്ത് കവറിനകത്തേക്ക് വെക്കുവാണ്. അപ്പോഴേക്കും ചന്തമൂടി വെച്ചു, അല്ല ആന്റി ഞങ്ങളോടൊപ്പം വരുന്നില്ലേ? ഞാൻ വരുന്നൊന്നുമില്ല. അതെന്താ വരാത്തെ? അതെ, അവിടെ ചെന്ന് കഴിയുമ്പോ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാലും ആന്റിയും കൂടെ വരണം എന്നൊക്കെ ചന്തമോട് പറഞ്ഞു. അപ്പോഴേക്കുമാണ് നയനെ ആദർശം കൂടെ വന്നേ. അങ്ങനെ നയനെ വന്നിട്ട് വെച്ചു, കൊണ്ടാണൊക്കെ എടുത്തു വെച്ചോന്ന് ചോദിച്ചു. എല്ലാം റെഡിയാക്കി വെച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ അനയ്ക്ക് താമസിക്കാൻ ഒരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. നല്ല വീടാണ്. അവിടെ എന്താണെങ്കിലും അനഘയെ നോക്കാനായിട്ട് ആന്റിയോടൊപ്പം ഞങ്ങൾ വേറൊരാളെയും കൂടെ വിടുന്നുണ്ട്. അത് നയനെ കുറച്ച് നാൾ നോക്കിയ എലിസബത്ത് ചേച്ചിയാന്ന് പറഞ്ഞു.
അത് നല്ല കാര്യമോ, ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സഹായമാവെന്ന് പറഞ്ഞു ഓമന. ആ എങ്കിൽ ശരി, എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അതുവരെ അനക വീട്ടിൽ വന്ന് നിൽക്കട്ടെ. നയന പറഞ്ഞു അതെ, അവിടെ വന്ന് നിൽക്കണം. അനയ്ക്കറിയാലോ ഈ പറയുന്ന അബിക്കും അബിയുടെ അമ്മയ്ക്കും ഒക്കെ അനയെ കണ്ടു കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ട് കാണുമായിരിക്കും. ആ ദുഷ്ടനിട്ട് പണി കൊടുക്കാനായിട്ടാ ഞാനും നവ്യേച്ചി ഞങ്ങളെല്ലാരും ചേർന്ന് ഇങ്ങനെ തീരുമാനം എടുത്തേ. നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. നിന്നെ വെറുക്കുന്നവരെന്ന് പറഞ്ഞ അബി, അതുപോലെ അബിയുടെ അമ്മയും പെങ്ങളും ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ ബാക്കി എല്ലാരും നിന്നെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ട് നീ ആ ഒരു കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരിക്കട്ടോ. നിനക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. അവനോട് ഇങ്ങനെയൊക്കെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ അവിടേക്ക് വന്ന് കുറച്ച് നാൾ അവിടെ കഴിയണമെന്ന് പറഞ്ഞു. അതിനുശേഷം പുതിയ വീട്ടിലേക്ക് മാറിയാൽ മതിയെന്ന് പറഞ്ഞു. അനേക്കും അതിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തന്നെ കൊല്ലാൻ നോക്കിയവനല്ലേ. അപ്പൊ അവിടേക്ക് ഇന്ന് പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവളുടെ താല്പര്യം കൂടെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ പോയി നോക്കി കഴിഞ്ഞപ്പോ ദേവേനി മുറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷീറ്റൊക്കെ മാറി വിരിച്ചോണ്ടിരിക്കുക. അതല്ല അതല്ല ഇതെന്താ എടുത്ത് ഇങ്ങനെ? അതോ അതിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. ഗസ്റ്റോ? അതാരാ? ആരാന്നും അറിയത്തില്ല. ആദർശ് പറഞ്ഞ. അല്ല അപ്പൊ എടുത്തേക്ക് അറിയത്തില്ലേ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. മുറി ഒന്ന് റെഡിയാക്കിയുണ്ടെന്ന് പറഞ്ഞു. കനകയോ മറ്റോ ആണോ? കനക വരുമ്പോ മുറി റെഡിയാക്കണം എന്നോട് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അതൊക്കെ കനക തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പോ നന്ദു എന്ന് പറയുന്നോളെങ്ങാനുമാണ്? ഏയ് അങ്ങനെ ഞാൻ വഴിയില്ല. എങ്കിൽ പിന്നെ ആരായിരിക്കും? എനിക്കറിയത്തില്ല. അതെന്തായാലും വരുമ്പോ അറിയാലോ എന്ന് പറഞ്ഞു. ജലജയ്ക്ക് ആകെപ്പാടെ ടെൻഷനായി. ജലജ നേരെ നവ്യയുടെ അടുത്തേക്ക് വന്നു. നവ്യെ, ഇന്നിവിടെ ഒരു ഗസ്റ്റ് വരാൻ പോവാന്ന്. അതിന് പക്ഷെ അത് ആരായിരിക്കും എന്ന് അറിയത്തില്ല. ആരായിരിക്കും നമുക്കെന്താ, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. അതും കൂടെ കേട്ട് ഇനിയിപ്പത്തിനും ജലജ പറഞ്ഞു, അല്ല ഓണമൊക്കെ അല്ല വരാൻ പോകുന്നേ. അപ്പൊ ഫുട്ബോൾ മത്സരത്തിന്റെ ആ കോമ്പറ്റീഷനിൽ ആരായിരിക്കും വിജയം നില പ്രവചിക്കുന്നൊരു മത്സരം ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ അതിനു വേണ്ടിയിട്ട് ആ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് IM വിജയനെ മറ്റോ കൊണ്ട് താമസിപ്പിക്കുകയാണോ? അതോ ഇനിയിപ്പോ വിരാട് കോഹ്ലി എങ്ങാനും ആണോ? വിരാട് കോഹ്ലിയോ? അയാൾ ക്രിക്കറ്റ് അല്ലേ അമ്മേ? ക്രിക്കറ്റ് ആണെങ്കിൽ ഫുട്ബോൾ ആണെങ്കിലും എന്താ, രണ്ടും ബോളല്ലേ, ഒന്ന് ചെറുതും ഒന്ന് വലുതും, കളിയല്ല ഒന്നുപോലെ അല്ലേന്ന് ചോദിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം. അപ്പോഴേക്ക് നവ്യ പറഞ്ഞു, ആരെങ്കിലും വരട്ടെ. അല്ല നിനക്ക് ആരെങ്കിലും ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ മനസ്സിൽ അങ്ങനെ ആരും ഒന്നും തെളിയുന്നില്ല എന്ന് പറഞ്ഞു. നവ്യക്കുള്ളിൽ ചിരി വിട്ടുന്നുണ്ട്. പിന്നീട് ജലജ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ഒരു നിമിഷം കഴിഞ്ഞിട്ട് നവ്യ പറഞ്ഞു, ഇനിയിപ്പോ ആ നാഗേന്ദ്രൻ എങ്ങാനും ആയിരിക്കോ? നാഗേന്ദ്രനോ? അവന്റെ പേര് പറയാൻ നിനക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? അവന്റെ പേര് പോലും ഉച്ചരിച്ചു പോയേക്കല്ലേ. അവനെ ഇവിടുന്ന് പടിയഴിച്ച് പിണ്ടം വെച്ചല്ലേ. അല്ല അയാളുടെ പേര് പറയാനായിട്ട് ഞാൻ എന്തിനാ പേടിക്കണേ? അല്ല അമ്മ എന്തിനാ ഇത്ര പേടിക്കണേന്ന് ചോദിച്ചു. ആ പേര് കേട്ട് കഴിയുമ്പോ എനിക്കത് കേൾക്കുന്ന പോലും ഇഷ്ടമില്ല. അയാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനോ? എടി ഞാനൊന്നും പറയണില്ല. ഉള്ള സ്വസ്ഥത സമാധാനം എന്റെ നശിപ്പിക്കാനാ നിന്റെ ഉദ്ദേശമില്ലേ? നിന്റെ സ്വസ്ഥത സമാധാനം മുഴുവൻ പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രാഗി നേർച്ചേർന്നിട്ട് ജലജ അങ്ങോട്ട് പോയി. അത് കേട്ട് കഴിഞ്ഞപ്പോ നവ്യക്ക് ചിരി വന്നു. സ്വസ്ഥതയെ സമാധാനം പോകുന്ന ആരുടെയാന്ന് കാണാൻ പോകുന്നുള്ളൂ എന്നൊരു പുഞ്ചിരിയോടുകൂടി മനസ്സിൽ പറയാ. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.